ഇഞ്ചി തേരുണ്ടാക്കിയാലോ. അതിനായിട്ട് ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്. എരിവിന് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ നമുക്ക് പച്ചമുളക് ചേർക്കാവുന്നേ ഉള്ളൂ. നമുക്കിനി ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടുണ്ട്, പൊടിയായിട്ട് നമ്മൾ ഇതുപോലെ അരിഞ്ഞെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് അതും തീരെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണിതല്ലേ. നമുക്ക് എത്ര വിശപ്പില്ലാന്ന് തോന്നിയാലും വയറിനൊക്കെ നല്ലൊരു സുഖം കിട്ടും ഇത് കഴിച്ചാൽ. ഇത് 2 അരിഞ്ഞെടുത്തിട്ടുണ്ട്. നല്ല കട്ട തൈര് ഒരു 2 തവി എടുക്കാം. ഒരു പാൻ ചൂടാക്കാനായിട്ട് വയ്ക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് നന്നായി പൊട്ടി വരുന്നവരെ വെയിറ്റ് ചെയ്യുക. നമ്മൾ ഇഞ്ചി വറുക്കാതെ തന്നെ നമ്മൾ പച്ചയ്ക്ക് ചേർക്കാറുണ്ട്, പക്ഷേ അതിലും ടേസ്റ്റ് തോന്നുന്നു ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാകും. കടുകൊക്കെ പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് 2 മുളക് ചേർത്ത് കൊടുക്കുക. ഒരു തണ്ട് കരിവേപ്പില, കരിവേപ്പിലേക്ക് ഒന്ന് ഫ്രൈ ആയി വരുന്നവരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും ചേർത്ത് കൊടുക്കുക. ഇനി ആ ഇഞ്ചി നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം, കളറൊക്കെ മാറി നല്ലൊരു നമ്മൾ ഇഞ്ചിക്കറിയൊക്കെ ഉണ്ടാക്കുന്ന ആ രീതിയിലൊന്ന് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇഞ്ചിയെല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി നമുക്ക് സൈഡിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് രുചിക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചി തേര് നമുക്കിതുപോലെ തയ്യാറാക്കാം. ഇത് 3-4 ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്. വറുത്ത് ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ടേസ്റ്റ് മാറ്റമൊന്നും വരികയില്ല. ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കാം. കറക്റ്റാണ്. അപ്പം ഇഞ്ചി തേരിൻ്റെ ഈ വീഡിയോയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ ഹൈപ്പ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. മറ്റൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.